ഹലോ മക്കളെ, വെൽക്കം ടു എജുപാട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ഫെബ്രുവരി മോർണിംഗ് ഷിഫ്റ്റിലെ ജെഇ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ടോട്ടലി നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോട്ടൽ 27 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 27 ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് ദിസ് 10 ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയാണ്, 5 എണ്ണോ ഇനോർഗാനിക് ഉള്ളൂ. ഇതിന് മുന്നുള്ള ഷിഫ്റ്റിലൊക്കെ ഇനോർഗാനിക് ഒരുപാടുണ്ടായിരുന്നു. ഈ ഷിഫ്റ്റിൽ ഓർഗാനിക് ക്വസ്റ്റ്യൻ ഇനോർഗാനിക് ക്വസ്റ്റ്യൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ ഫിസിക്കൽ ആണ് കൂടുതൽ. ഫിസിക്കൽ കെമിസ്ട്രി 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. അതാണ് ഓവറോൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കയറാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. ഇൻ ജെൽദാൽസ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. നിങ്ങൾ ജെൽദാൽസും ഡ്യൂമാസും കേട്ടിട്ടുണ്ടാകും അല്ലേ? ജെൽദാൽസ് എന്ന് പറഞ്ഞാൽ നൈട്രജനെ നമ്മൾ എന്താക്കി മാറ്റി, അമോണിയ ആക്കി മാറ്റിയിട്ട് ആ അമോണിയനെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുക, എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ബൈ യൂസിങ് ദർ നോർമാലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ലേ. അതിൽ കോപ്പർ സൾഫേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് എവിടെയും കണ്ടിട്ടുണ്ടോ? അതിന്റെ ഡയഗ്രം എടുത്ത് നോക്കുക. ആ ഡയഗ്രത്തിൽ പറയുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ എന്തും കൂടെ ചേർക്കുന്നുണ്ട്, നമ്മളവിടെ കോപ്പർ സൾഫേറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ആ കോപ്പർ സൾഫേറ്റ് NCERT തുറന്നു നോക്ക്, NCERT ജെൽദാൽസ് മെത്തേഡിന്റെ ഡയഗ്രം എടുത്ത് നോക്ക്. കോപ്പർ സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അവിടെ കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സോ ഹിയർ കോപ്പർ സൾഫേറ്റ് ഈസ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. അവിടെ കോപ്പർ സൾഫേറ്റ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following most likely attacked by electrophile? Electrophile എന്നത് E+ ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽ. ഇത് അറ്റാക്ക് ചെയ്യുന്ന റിങ്ങിൽ എന്ത് വേണം? നെഗറ്റീവ് വേണം. സോ ബെൻസീൻ്റെ കേസിൽ അവിടെ നെഗറ്റീവ് ഒന്നും ഇല്ല, ബെൻസീന് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പൊ ഇലക്ട്രോഫൈൽ ബെൻസീൻ്റെ അടുത്തേക്ക് വരും. OH ആണെങ്കിലോ, സോ +R ഗ്രൂപ്പാണ് ഈ OH. ഈ OH +R ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിന്റെ ഈ 3 പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോഫൈലിന് ഒന്നും കൂടെ സ്പീഡ് കൂടും വരാൻ. CH3 ആണെങ്കിലോ, CH3ക്ക് ഹൈപ്പോ കോൺജുഗേഷൻ ഉണ്ട്. ഹൈപ്പോ കോൺജുഗേഷൻ വേ ഈ 3 സൈഡിലും നെഗറ്റീവ് ഉണ്ട്. സോ ഇലക്ട്രോഫൈൽ ഈ നെഗറ്റീവിന്റെ അടുത്തേക്ക് വരും. ക്ലോറിൻ ആണെങ്കിലോ, ക്ലോറിന്റെ കേസിൽ ക്ലോറിന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കൂടുതൽ. സോ ഇതിന് -I എഫക്റ്റ് ഉണ്ട്, എന്നാലും റെസൊണൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട്. സോ ഡീആക്ടിവേറ്റിംഗ് ആണ്, എന്നാലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ സ്ലോ ആയിട്ട് നടക്കും, കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അപ്പൊ ഇവർ നോക്കിയേ, ഈ 4ന്റെ അടുത്തേക്കും ഇലക്ട്രോഫൈൽ പോകും. സോ സ്ലോ ആരടുത്തേക്കാണെന്ന്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് ലൈക്ലി ടു അറ്റാക്ക് ഇലക്ട്രോഫൈൽ? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരായിരിക്കും? ഒരു ഡൗട്ടുമില്ല, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 2നെ. 2 കഴിഞ്ഞാൽ പിന്നെ 3നെ, 3 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 4. 4 ശ്രദ്ധിച്ചനെ, 4ന്റെ കേസ് എന്താ? 4 ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഹാലജൻസ് ഡ്യൂ ടു സ്ട്രോങ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് സോ ദാറ്റ് ഈസ് എ സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. സോ ഹിയർ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. സോ നമ്മൾ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the third questions from P block elements are. PH3 will have a low boiling point than NH3. PH3ക്ക് NH3യേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാണ്. correct statement. Why? Because due to intermolecular hydrogen bond, boiling point of NH3, H2O, HF is greater than respective hydrates in same group. So there are strong van der Waals force in NH3 and strong hydrogen bond in PH3. തിരിച്ചാ പറഞ്ഞത്. PH3യിൽ van der Waals ഫോഴ്സും NH3യിൽ ഹൈഡ്രജൻ ബോണ്ടും. സ്റ്റേറ്റ്മെന്റ് 2 is wrong. 1 true but 2 false. 1 true but 2 false. So 3. Next one. Which of the following have ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ഇതിൽ ആർക്കാണ്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഷേപ്പ്. ഈ ഷേപ്പ് ഉണ്ടാവണമെങ്കിൽ ബോണ്ട് പെയർ ഈക്വൽ ടു 5 ഉണ്ടാവണം.
അല്ലെങ്കിൽ ടോട്ടൽ പെയർ ഈക്വൽ ടു 5 ഉണ്ടാവണം. സോ PF5 സെയിം ആണ്, 5 ബോണ്ട് പെയർ നോ ലോൺ പെയർ. PBR5 സെയിം ആണ്, 5 ബോണ്ട് പെയർ 4 ലോൺ പെയർ. ബട്ട് PTCl4 സ്ക്വയർ പ്ലെനാർ ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പ്ലാറ്റിനം ഓൾവേസ് ഫോം സ്ക്വയർ പ്ലെനാർ, ഒരു ഡൗട്ടും ഇല്ല. SF6 ഒക്ടാഹെഡ്രലാണ്. BF3 ട്രയഗണൽ പ്ലെനാർ ആണ്. BRF5 എന്താണെന്നറിയോ? BRF5 സ്ക്വയർ പിരമിഡലാണ്. സ്ക്വയർ പിരമിഡലാണ് BRF5. PCl5 is same, FeCO5 is same. ദാറ്റ് മീൻസ് എങ്ങനെയാണ് കാണാം? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ PF5 PX5 ഫോസ്ഫറസിന്റെ വാലൻസ് ഇലക്ട്രോൺ 5, ഒരു ഹാലജൻ 7, 5 ഹാലജൻ 5/8 40/8 5 ബോണ്ട് പെയർ. അങ്ങനെ നമ്മൾ ഈ മൂന്നും സെലക്ട് ചെയ്തത് കേട്ടോ. PCl5 PBR5 ആൻഡ് PF5. FeCO5 നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ അറിയാം, Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അത് 4s2 3d6 ആണ്. സോ കാർബൺ മോണോക്സൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ എസ്സിലെ ഇലക്ട്രോൺ എങ്ങോട്ട് ചാടും? ഡിയിലേക്ക് ചാടും. അങ്ങനെ അത് 3d8 ആകും. ആ 3d8 ആയി കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷനിൽ സ്ട്രോങ് ലിഗാൻഡ് അല്ലേ? അപ്പോൾ 3d8 ആണെങ്കിൽ ഇതാ ഞാൻ ഇങ്ങനെ വരച്ചു, 3d8 1 2 1 2 1 2 1 2. ഇവിടെ ഒരു എംപ്റ്റി ഓർബിറ്റൽ അവൈലബിൾ ആണ് 3Dയിൽ. പിന്നെ 4sഉം 4pയും 5 ലിഗാൻഡ് അല്ലേ ഉള്ളത്. സോ 5 ലിഗാൻഡിന് 5 ഓർബിറ്റൽസ്. സോ ഹൈബ്രിഡൈസേഷൻ ഈക്വൽ ടു DsP3. ഓക്കെ, DsP3 ആണെങ്കിൽ ലൈക്ക് sp3d trigonal bipyramidal. So the correct option is option A. SF6 ഒക്കെ അങ്ങനെ ഇതേപോലെ നിങ്ങൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്ത് by 8 ചെയ്താൽ ബോണ്ട് പെയറും കിട്ടും. SF6 സൾഫർ 6ഉം 7 ഫ്ലൂറിൻ 42, 7 × 6 42ഉം 6ഉം 48/8 8 ആണ്. സോറി 48/8 6 ആണ്. സോ ബോണ്ട് പെയർ 6 ആണ്. അങ്ങനെ ഓരോന്നും ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. The next one, which of the following is correct for adiabatic? Adiabatic എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? Adiabatic എന്ന് പറഞ്ഞാൽ Q0 മൂന്നും ആവാം. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാലോ? ഫ്രീ എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വാക്വം എന്ന് പറഞ്ഞാൽ W0. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 1. സോ ഹിയർ നോക്ക്, ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുന്നില്ല. ആക്ച്വലി നമ്മൾ എങ്ങനെ ഹീറ്റ് വരുന്നു, വർക്കായിട്ട് പോകുന്നു. ഹീറ്റും ഇല്ല, വർക്കും ഇല്ല. അബ്സോർബ്ഡ് എനർജിയും ഇല്ല, റിലീസ്ഡ് എനർജിയും ഇല്ല. ഹീറ്റും വർക്കും ഇല്ലെങ്കിൽ അവരുടെ ΔU എന്തായിരിക്കും? ΔU 0. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഹിയർ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, which of the following is correct plot between lambda, that is de Broglie wavelength, and momentum? ലാംഡയും മൊമെന്റവും തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ. സോ ലാംഡ പി എന്താ റിലേഷൻ? ലാംഡ is equal to h/mv, that is equal to h/p. ക്ലിയർ? സോ ഹിയർ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാം. ലാംഡ is equal to h/p അല്ലേ? അപ്പൊ ലാംഡ പി ഉണ്ടാക്കണേ നമുക്ക് ഇക്വേഷൻ ലാംഡ പി is equal to h എന്ന് എഴുതാം. ലാംഡ പി is equal to h. ക്ലിയർ? ലാംഡ പി is equal to h. This is in the form of yx is equal to k. Here yx is equal to k എന്നത് ആറ് ഗ്രാഫാടോ? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള. ഇതിൽ ഹൈപ്പർബോള ഉണ്ടോ? യെസ്, ഹൈപ്പർബോള ഉണ്ട്. എവിടെ? ദ ഹൈപ്പർബോള. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. വൈ ആക്സിസിൽ ലാംഡ, എക്സ് ആക്സിസിൽ പി. ടു ഗെറ്റ് ഹൈപ്പർബോള, സോറി,
This is the equation of hyperbola ആണിത്. അപ്പോൾ ഹൈപ്പർബോള കിട്ടി. സോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അയോൺസിനെ ക്രോമേറ്റ് ആക്കുന്ന റിയാക്ഷനിലെ ബാലൻസിങ് ആണ്. സിമ്പിൾ അല്ലേ? ഇവരെ ചേഞ്ച് എത്രയാടാ? 6 ഇലക്ട്രോൺ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ ആണെങ്കിൽ ഈ സൈഡിലെ ടോട്ടൽ ചാർജ് കൗണ്ട് ചെയ്തേ. ഇവിടെ ഒരു 2 മൈനസും 6 ഇലക്ട്രോണിന്റെ 6 മൈനസും ഇവിടെ 8 മൈനസ്. ഈ സൈഡിലോ 2 into CR3 plus 6 പ്ലസും ഇവിടെ 6 പ്ലസ് ഇവിടെ 8 മൈനസ്. അപ്പൊ ഈ 8 മൈനസ് 8നെ 6 പ്ലസ് ആക്കാൻ എത്ര H പ്ലസ് വേണം? ദെൻ 14 H പ്ലസ് ആഡ് ചെയ്യൂ. 14 H പ്ലസ് ആഡ് ചെയ്താൽ ഹിയർ ടു ഗെറ്റ് 6 പ്ലസ്. റെഡി? സോ x is equal to 14. x 14 and y equal to 6. അപ്പൊ 7 എത്ര ആയിരിക്കും? ഈ a എത്ര ആയിരിക്കും അടുത്തത് അല്ലേ? 14 H പ്ലസ് ഉണ്ടെങ്കിൽ എത്ര വാട്ടർ വേണടാ? 14 ഹൈഡ്രജൻ. അപ്പൊ 7 വാട്ടർ. 7. സോ ഓപ്ഷൻ ബി is correct. റെഡി? റെഡി അല്ലേ? എങ്ങനെ ആ ഓപ്ഷൻ ബി എങ്ങനെ വന്നു എന്നുള്ളത് ഓക്കെ അല്ലേ? റൈറ്റ്. നെക്സ്റ്റ് വൺ. ദിസ് ഫ്രം ബയോമോളിക്യൂൾസ്. DNA നിങ്ങൾക്ക് അറിയാലോ അല്ലേ? DNA-യിൽ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ്. ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറിൽ അഡിനിനോട് ബോണ്ട് ചെയ്യുന്ന ആരാണ്? അഡിനിനും ഡബിൾ ബോണ്ട് തൈമിനും ഗ്വാനിനും ട്രിപ്പിൾ ബോണ്ട് സൈറ്റോസിനും. ഇവിടെ സൈറ്റോസിൻ ഉണ്ടെങ്കിൽ ഇവിടെ ഗ്വാനിൻ ഉണ്ടാകും. ഇവിടെ അഡിനിൻ ഉണ്ടെങ്കിൽ ഇവിടെ തൈമിൻ ഉണ്ടാകും. ഇവിടെ തൈമിൻ ഉണ്ടെങ്കിൽ ഇവിടെ അഡിനിൻ ഉണ്ടാകും. സോ ഹിയർ ഒരു സ്ട്രാൻഡ് നമുക്ക് തന്നു. ഈ ഒരു സ്ട്രാൻഡിൽ ആരാണുള്ളത്? ഡി സോറി എ, അഗെയിൻ ടി, ജി, സി, ടി, ടി, സി, എ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് നിങ്ങളിവിടെ മേക്ക് ചെയ്ത്. അഡിനിൻ ആണെങ്കിൽ ഇത് നോക്ക്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കിയാൽ മതി. അഡിനിൻ ആണെങ്കിൽ തൈമിൻ. അപ്പൊ ഫസ്റ്റിൽ ഇവിടെ ആര് വേണം? തൈമിൻ. തൈമിൻ ആണെങ്കിൽ അഡിനിൻ. ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ. സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ. തൈമിൻ രണ്ടെണ്ണം വന്നാൽ ഏതായിരിക്കണം? അഡിനിൻ. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? TACGAAGT. That is option B. Clear? Option B is correct answer. Next one. The pH of the ammonium acetate. Ammonium acetate എന്താണ് മക്കളെ? Ammonium acetate salt of weak acid and weak base ആണ്. Salt of weak acid and weak base ആണെങ്കിൽ pH കാണാനുള്ള ഇക്വേഷൻ 7 plus half into pKa minus pKb. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇവിടെ Ka എത്ര തന്നത്? Kaയും Kbയും സെയിം ആണ്. Kaയും Kbയും സെയിം ആണെങ്കിൽ pKa pKb സെയിം ആയിരിക്കും. pKa pKb സെയിം ആണെങ്കിൽ ഈ ഭാഗം 0 ആയിരിക്കും. ഈ ഭാഗം 0 ആണെങ്കിൽ pH is equal to 7 ആയിരിക്കും. So here the answer is option 1. Here pH is equal to 7. മനസ്സിലായി എന്താണ്? pK pKb സെയിം. Ka Kb സെയിം ആണെങ്കിൽ pK pKb സെയിം. രണ്ടും മൈനസ് ലോഗ് K അല്ലേ pK എന്ന് പറഞ്ഞാൽ. രണ്ടിന്റെയും മൈനസ് ലോഗ് എടുത്താൽ ഒരേ വാല്യൂ കിട്ടും. ഒരേ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സോ കറക്റ്റ് ആൻസർ is this one. Next. We are given 3 NaCl sample and their Van der Hoef factors തന്നിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ 1 0.1 മോളാർ NaCl, 0.01 മോളാർ NaCl, 0.001 മോളാർ NaCl. ഓക്കെ, ദിസ് ഫ്രം നമ്മളെ NCERTയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു ടേബിളാണിത്. NCERTയിൽ സൊല്യൂഷനിൽ കാണുന്ന അവസാനത്തെ ടേബിളാണ്. ആ ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. ആക്ച്വലി ആ ടേബിളിൽ ഇവർ പറയുന്നുണ്ട് ഈ NaClന്റെ കോൺസെൻട്രേഷൻ പറയുന്നത് 0.1 ആണെങ്കിൽ വാൻ ഡർ ഹോഫ് ഫാക്ടറിന്റെ വാല്യൂ 1. ഓക്കെ, 0.1 ആണെങ്കിൽ
ഓക്കെ, വാല്യൂ പറയുന്നത് 0.1 വാല്യൂ 1.87 ആണ്. 0.01 ആണെങ്കിൽ 1.94 ആണ്. ദെൻ 0.001 ആണെങ്കിൽ 1.97 ആണ്. അടുത്തത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ 2 ആണ്. സോ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് വി ആർ ഗിവൺ 3 NaCl സാമ്പിൾ ആൻഡ് ദർ വൺ ഹോഫ് ഫാക്ടർ എന്നാണ് ചോദിച്ചത്. ഇഫ് ഇറ്റ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആയിരുന്നെങ്കിൽ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആയിട്ട് എടുക്കുന്നത്, ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ, ഇഫ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ 1 ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ എന്താകും? അല്ലെങ്കിൽ ഏതാ കറക്റ്റ് ആൻസർ? I3, I2, I1. അല്ലെങ്കിൽ നമുക്ക് ഏത് ആൻസർ പറയേണ്ടി വരും? ഓപ്ഷൻ 3യും പറയാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ I1 ഈക്വൽ ടു I2. അല്ലെങ്കിൽ നോർമലി നമ്മൾ NaClനെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആയിട്ടാണ് എടുക്കുന്നത്, സ്ട്രോങ് ഇലക്ട്രോൾ ആയിട്ടാണ് പ്രോബ്ലത്തിൽ അങ്ങനെയാണ് എടുക്കുന്നത് എന്ന ഫോമിൽ ആൽവാസ് ഈക്വൽ ടു 1 എടുത്ത് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഡാറ്റാബേസ് NCERT വാല്യൂസ് ഞാൻ ഇവിടെ എഴുതിയത്. സോ ആൻസർ ഓപ്ഷൻ 3 വരും. റൈറ്റ്, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദിസ് ഇസ് ക്ലോറിൻ ആണ്. നോക്കണേ, ക്ലോറിൻ ആണ് 2 ഇക്വലന്റ് ഉണ്ട്. സൺലൈറ്റ് ഉണ്ട്, HNu. സൺലൈറ്റ് കണ്ടാൽ എന്തായിരിക്കും പ്രോഡക്റ്റ്? എന്തായിരിക്കും റിയാക്ഷൻ? സൺലൈറ്റ് കണ്ടാൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. സൺലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഹിയർ സൈഡ് ചെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 2 ഇക്വലന്റ് ക്ലോറിൻ ആഡ് ചെയ്തത് കൊണ്ട് ഇവിടെ 2 ക്ലോറിൻ കയറി. ഫസ്റ്റ് ക്ലോറിൻ, സെക്കൻഡ് ക്ലോറിൻ, ഫോളോഡ് ബൈ ഹൈഡ്രോലൈസിസ്. അപ്പൊ A കിട്ടി എനിക്ക്. അപ്പൊ എനിക്ക് ആൻസറിന് അടുത്തെത്തി. ഏതൊക്കെ ആൻസർ അല്ല? ഇതുമല്ല, ഇതുമല്ല, 2 ഇക്വലന്റ് ആയതുകൊണ്ട്. ഫോളോഡ് ബൈ ഹൈഡ്രോലൈസിസ്. ഇതിലേക്ക് NaOH ആഡ് ചെയ്തു. ഹൈഡ്രോലൈസിസ് ചെയ്താൽ ആ 2 CHലെ ആ 2 Cl എന്തായിട്ട് മാറും? OH ആയിട്ട് മാറി. ജെമിനൽ ഡയോളായി. ജെമിനൽ ഡയോൾ സ്റ്റേബിൾ അല്ലല്ലോ, അവിടുന്ന് ആരെ എലിമിനേറ്റ് ചെയ്ത് പോകും? ആ ജെം ഡയോളിൽ നിന്നൊരു വാട്ടർ പോകും. ആ ജെം ഡയോളിൽ നിന്നൊരു വാട്ടർ പോയി. ജെം ഡയോളിൽ നിന്നൊരു വാട്ടർ പോയാൽ നമ്മളെ കോമ്പൗണ്ട് എന്താടാ? ദാറ്റ് ഈസ് CHO. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. അത് 3 നോക്കൂ, അത് 3 ഇക്വലന്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ 2 കിട്ടും. 3 ഇക്വലന്റ് ആയിരുന്നെങ്കിൽ ഓപ്ഷൻ 2 കിട്ടും. കാരണം കാർബോക്സിലിക് ആസിഡ് ആകും. 3 ഇക്വലന്റ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആകും. 1 ഇക്വലന്റ് ആണെങ്കിൽ ബെൻസൈൽ ആൽക്കഹോൾ. 2 ഇക്വലന്റ് ആണെങ്കിൽ ബെൻസാൽഡിഹൈഡ്. 3 ഇക്വലന്റ് ആണെങ്കിൽ ബെൻസോയിക് ആസിഡ്. ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് വൺ. വി ഹാവ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഹാവിംഗ് 2 mole ഓഫ് മോണോഅറ്റോമിക് ഗ്യാസ്. 2 മോള് മോണോഅറ്റോമിക് ഗ്യാസ്. അതിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. 6 മോള് ഡയറ്റോമിക് ഗ്യാസ്. അയാളെ CV-യും തന്നിട്ടുണ്ട്. CV ഞാൻ അങ്ങനെയാണെങ്കിൽ മിക്സ്ചറിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എത്ര എന്നാണ് ചോദ്യം. ഈ മിക്സ്ചറിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കാണാൻ എന്താ അറിയോ? ടോട്ടൽ മോളിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കണ്ട് നോക്കൂ. CV ഓഫ് N ടോട്ടൽ, CV ടോട്ടൽ. അപ്പൊ എല്ലാരും കൂടെ CV കണ്ടു. ഡിവൈഡഡ് ബൈ N ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡിവൈഡഡ് ബൈ N ടോട്ടൽ കണ്ടാൽ CV ഓഫ് മിക്സ്ചർ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേരുണ്ടടാ? 2 മോള് മോണോഅറ്റോമിക് ഗ്യാസ്. അപ്പൊ 2 ഇൻറ്റു മോണോഅറ്റോമിക്കിന്റെ 3R/2 പ്ലസ് 6 മോള് ഡയറ്റോമിക് മാസ്, ഡയറ്റോമിക് ഗ്യാസ് 6 ഇൻറ്റു 5R/2 ഹോൾ ബൈ 8. രണ്ടും കൂടെ കൂട്ടിയാൽ 8 മോളല്ലേ? 6 ഡയറ്റോമിക്കും 2 മോണോഅറ്റോമിക്കും. ഓവറോൾ കൗണ്ട് ചെയ്താൽ 8. ക്ലിയർ? ഒന്ന് കൗണ്ട് ചെയ്തേ. ക്യാൻസൽ അല്ലേ? ക്യാൻസൽ. 2 ക്യാൻസൽ, 6 ക്യാൻസൽ. അപ്പൊ എത്രയാടാ? 3R പ്ലസ് 15R/8 ദാറ്റ് ഈസ്
18R by 8, that is 9R by 4. 9R by 4. Clear ആണോ? This is 9R by 4 is correct answer. 9R by 4 എവിടെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1 is correct. Option 1 is correct answer. Right, yes? Okay. Next. അടുത്ത ക്വസ്റ്റിനോട് പോവാം. Assertion. KCl react with RX to give cyanide. ആയിക്കോട്ടെ, cyanide. And AgCl react with RX to form isocyanide. ഇത് കഴിഞ്ഞ ഏതോ ഒരു ഷിഫ്റ്റിൽ ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലടാ. ഐസോസൈനൈഡ് കിട്ടാൻ ആരാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പ്രീവിയസ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, കറക്റ്റ്, റെഡി, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അസേർഷൻ ട്രൂ ആണ്. KCl ആൻഡ് AgCl ബോത്ത് ആർ അയോണിക് കോമ്പൗണ്ട്. തെറ്റല്ലേ? അയോണിക് സയനൈഡ് ആണ് RCN ഫോം ചെയ്യുക, കൊവാലന്റ് സയനൈഡ് ആണ് NC ഫോം ചെയ്യുക. അയോണിക് NO2 ആണ് RONO ഫോം ചെയ്യുക, കൊവാലന്റ് NO2 ആണ് RNO2 ഫോം ചെയ്യുക. സോ ഇത് തെറ്റാട്ടാ. KCl അയോണിക് ആണ്, പക്ഷെ AgCl കൊവാലന്റ് ആണ്. റീസൺ തെറ്റ്. അസേർഷൻ ട്രൂ, റീസൺ ഫാൾസ്. സോ 3 is correct. 3 correct. Assertion true, reason false. So 3 is correct. Next, consider the following two statements. Statement 1. NiH2O6 2+ is of green color. Okay, അതിന് കുഴപ്പമൊന്നുമില്ല. Ni2+ ആണ്, Ni2+ ആണ് കേട്ടോ. Ni2+ 3D8 ആണ്. 3D8 ഗ്രീൻ കളർ ആട്ടോ. യെസ്, ഒന്ന് സ്റ്റേറ്റ്മെന്റ്. NiCN4 2-, that is NiCN4 2- means നോക്കൂ, NiCN4 2-, here Ni2+, colorless. Ni2+ colorless കേട്ടിട്ടുണ്ടോ നിങ്ങൾ? NCERTയിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണത്. NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. Ni2+ കളർലെസ് എന്ന് പറയുന്നുണ്ട്. Ni2+ കളർലെസ് എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് Ni2+ കളർലെസ് ആയത്? എന്താ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് കളർ ആവാനുള്ള റീസൺസ്? DD ട്രാൻസിഷൻ നടക്കണം. DD ട്രാൻസിഷൻ നടക്കാൻ എന്താ അബ്സോർബ് ചെയ്യുക? വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ അതിനൊരു കോംപ്ലിമെന്ററി കളർ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ NiCN4 ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വെരി ഗ്രേറ്റർ ആയതുകൊണ്ട് വിസിബിൾ ലൈറ്റ് മതിയാവില്ല അവർ എക്സൈറ്റേഷന്. വിസിബിൾ ലൈറ്റ് പോരാ അവർ എക്സൈറ്റേഷന്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് കളർലെസ്. ഇത് NCERTയിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. NiCN4 is colorless but NiCl4 is colored. Why എന്ന് ചോദിച്ചുകൊണ്ട്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ 2. Statement 1 and true, 1 true and true, 2 true, both are true. That's all. Next one. Statement 1. Aniline. In aniline ആണല്ലേ, സോറി. In aniline. Anilinil. NH2 is strong activating group due to presence of strong deactivating group ആണല്ലേ. Strong deactivating group due to presence of deactivating group for all ESR. ESR means electrophilic substitution reactions. തെറ്റല്ലടാ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി തെറ്റാണ്. ഇത് സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് അല്ലല്ലോ. NH2 ഗ്രൂപ്പ് സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. Anilin does not show Friedel-Crafts alkylation reaction. Is it correct? കാരണം AlCl3 ആണ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റുമായിട്ട് അനിലിൻ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു സോൾട്ട് ഫോം ചെയ്യും. അത് സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് അനിലീനിൽ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻസ് ഒന്നും ഇല്ല. സോ നമ്മൾ ആൻസർ എന്താടാ? 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ക്ലിയർ? നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്? ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് തന്നെ എല്ലാ ലിഗാൻഡും സെയിം ആയാൽ പോരെ? ഈ കോംപ്ലക്സിൽ മാത്രമല്ലേ
homoleptic. All ligands are same, that is called homoleptic. So option 1 is homoleptic. Remains ബാക്കി എല്ലാവരും എന്താടാ ഹെറ്ററോലെപ്റ്റിക് അല്ലേ, ലിഗാൻഡുകൾ ഡിഫറെൻ്റ് അല്ലേ. ഇൻ അയോണിക് റിയാക്ഷൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ക്ലീവേജ്? അയോണുകളുള്ള ഓർഗാനിക് റിയാക്ഷനിലെ ക്ലീവേജ് ഏതാ? അയോണുകളുള്ള ഓർഗാനിക് റിയാക്ഷൻസിൽ ക്ലീവ് ചെയ്യുമ്പം അയോണുകളായിട്ട് മാറണം. ക്ലീവ് ചെയ്യുമ്പം ഹോമോലിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ അയോൺസ് അല്ല, ഹോമോലിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ റാഡിക്കിൾസ് ന്യൂട്രൽ സ്പീഷീസ് ആണ് ഫോം ചെയ്യുക. ബട്ട് ഹെട്രോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് എന്താ? ഹെട്രോലിറ്റിക് ക്ലീവേജിന്റെ പ്രോഡക്റ്റ് ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും. സോ ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും, ദാറ്റ് ഈസ് കാർബോകാറ്റയോൺ ആവാം, കാർബാനയോൺ ആവാം. സോ ദാറ്റ് ഈസ് heterolytic cleavage, option 1. Next, Ka values of 3 acids തന്നിട്ടുണ്ട്, A, B, C. Ka വാല്യൂയും acidic strength എങ്ങനെയാടാ? Ka is directly proportional to acidic strength. Ka കൂടുമ്പം acidic strength കൂടും. 10⁻³ 5 × 10⁻9 9 × 10⁻11. ഏറ്റവും സ്ട്രോങ് ആസിഡ് ആരാ? ആർക്കാണോ ഹയസ്റ്റ് Ka അയാൾ സ്ട്രോങ് ആസിഡ്. ഹയസ്റ്റ് Ka ആർക്കാ? എക്ക്, പിന്നെ ബിക്ക്, പിന്നെ സിക്ക്. സോ ദിസ് ഈസ് ദ acidic strength. ഇതിന് മുന്നേ ഉള്ള ഒരു എക്സാമിൽ നമുക്ക് pKa ആയിരുന്നു ചോദിച്ചത്. pKa തന്നിട്ട് acidic strength ചോദിച്ച ക്വസ്റ്റ്യൻസ് മുന്നേ ഉള്ള ഏതോ ഒരു ഷിഫ്റ്റിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. എ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. +1 എന്തായി? +2 ആയി, 0 ആയി. ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ. MnO4 2- മാംഗനീസ് +6 ആണ്. MnO4- മാംഗനീസ് +7. ഹിയർ മാംഗനീസ് +4. This also disproportionation. H2O2 oxygen -1 ആണ്. Here O2 0, here O2 -2. This is also disproportionation. കാരണം -1 എന്തൊക്കെയായി? 0യുമായി -2 ആയി. ഇവിടെ +6 എന്തൊക്കെയായി? +7മായി +4മായി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തത് CrO4 2- ക്രോമിയം +6 ആണ്. ആ ക്രോമിയം +3 മാത്രമല്ലേ ആവുന്നുള്ളൂ. സോ അത് റിഡോക്സ് ആണ്, സോറി റിഡക്ഷൻ ആണ്, ബട്ട് ഡിസ്പ്രപ്പോസിനേഷൻ അല്ല. അപ്പൊ എയും ബിയും സിയും ഡിസ്പ്രപ്പോസിനേഷൻ, ABC ഡിസ്പ്രപ്പോസിനേഷൻ. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ. ന്യൂമറിക്കൽ വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ പോസിബിൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഓഫ് 2-chlorobutane. 2-chlorobutane, ഇതാണ് 2-chlorobutane. 2-chlorobutane. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കൈറാൽ സെന്റർ വേണം. ഇവിടെ കൈറാൽ കാർബൺ ഉണ്ടോടാ? യെസ്. ഈ കാർബൺ മാത്രമാണ് കൈറാൽ കാർബൺ. റിമൈനിങ് കാർബൺ ഒന്നും കൈറാൽ കാർബൺ അല്ല. അപ്പോൾ ഒരു കൈറാൽ സെന്റർ ഉണ്ടെങ്കിൽ എത്ര ഐസോമറിസം കാണിക്കും? ഒരു ഡെക്സ്ട്രോയും ഒരു ലീവോയും. സോ 2 ഐസോമർ, 1 ഡെക്സ്ട്രോ ആൻഡ് 1 ലീവോ. സോ ദ നമ്പർ ഓഫ് ഐസോമർ ഈക്വൽ ടു 2. ക്ലിയർ? നെക്സ്റ്റ് വൺ, വി ആർ ഗിവൺ വിത്ത് ഫോളോയിങ് സെൽ റിയാക്ഷൻ. ഓക്കെ, അതിലെ പ്രഷർ തന്നിട്ടുണ്ട്, നോക്കണേ. 2 atm. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 1 molar. ഫൈൻഡ് ഇഫ് ഇ സെൽ ഓഫ് റിയാക്ഷൻ കാണാനാണ്. ദെൻ ഹിയർ ഇ സെൽ ഈക്വൽ ടു അറിയാം, E0 സെൽ 0, 0.06/2 ലോഗ് പ്രൊഡക്റ്റിൽ H2, റിയാക്ടൻറ്റിൽ H+ന്റെ സ്ക്വയർ. ബട്ട് ഹിയർ H+1 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം പോയി. നമുക്ക് എന്താ വരുന്നത് നോക്കിയേ? 0.06/3, ദാറ്റ് ഈസ് 0.03. 0.03 വന്ന് ആ പോർഷൻ. ആ 0.03 ഇൻറ്റു ലോഗ് 2 ആണ്.
പ്രഷർ ഓഫ് ഹൈഡ്രജൻ 2 atm തന്നിട്ടുണ്ട്. താഴെ 1 സ്ക്വയർ അത് വിട്ടേക്ക്. ലോഗ് 2 എത്ര 0.3. അപ്പോൾ 0. മൈനസിന്റെ 0.03 ഇൻറ്റു 0.3. സോ ആൻസർ ഈസ് -009. That is -9 into 10 raised to -3. So here x is equal to 9. അതുകൊണ്ട് x is equal to 9. 3 അല്ല, x is equal to 9. Ready? Yes. Next one. The total number of deactivating group among the following. CN deactivating group. ആ കീ ആറ്റത്തിന്റെ തൊട്ടടുത്ത ആറ്റത്തിലാണ് ലോൺ പെയർ എങ്കിൽ deactivating. NHCOCH3 ഈ കീ ആറ്റത്തിലാണ് ലോൺ പെയർ, സോ ആക്ടിവേറ്റിംഗ് ആണിത്. COCH3 കീ ആറ്റത്തിന്റെ തൊട്ടടുത്താണ് ലോൺ പെയർ. കീ ആറ്റത്തിൽ ലോൺ പെയർ ഇല്ല. ബെൻസീൻ ബോണ്ട് ചെയ്യുന്നത് ഈ കാർബണിനോടാ. അവിടെ ലോൺ പെയർ ഉണ്ടെങ്കിൽ ആക്ടിവേറ്റിംഗ്, അതിന്റെ തൊട്ടടുത്ത് ലോൺ പെയർ ആണെങ്കിൽ ഡീആക്ടിവേറ്റിംഗ്. സോ ഇവിടെ നോക്കിയ ബെൻസീൻ ബോണ്ട് ചെയ്യുന്നോട് തന്നെ ലോൺ പെയർ, സോ ആക്ടിവേറ്റിംഗ്. സോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിന്റെ എണ്ണം 2. 2 ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും 2 ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും. ടോട്ടൽ 4 ഗ്രൂപ്പിൽ ഔട്ട് ഓഫ് 4 2 is deactivating and 2 is activating. How many oxides are amphoteric? രാവിലത്തെ ഷിഫ്റ്റിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു amphoteric. Amphoteric ആരാടാ? ടിന്ന്, സിങ്ക്, AL, ബെറിലിയം, ഓൾ ഓക്സൈഡ്. പിന്നെ SnO2, സോറി SN അല്ല, PbO2 ആംഫോട്ടറിക് ആണ്. സോ പിടിച്ച ആംഫോ. SnO2 ആംഫോ, PbO2 ആംഫോ, SiO2 P2O5 ഒക്കെ അസിഡിക്. ഇവരൊക്കെ അസിഡിക്. വീണ്ടും Al2O3 അലൂമിനിയത്തിന്റെ എല്ലാ ഓക്സൈഡും ആംഫോട്ടറിക്കാ. കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക്. CO ന്യൂട്രൽ, NO ന്യൂട്രൽ, N2O ന്യൂട്രൽ. സോ ക്ലിയർ ചെയ്ത് വെക്കണേ, ഈ 3ഉം ന്യൂട്രൽ. കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക്. അപ്പൊ എത്ര പേരുണ്ട്? ആംഫോട്ടറിക് ആയിട്ട് എത്ര ഓക്സൈഡ് ഉണ്ട്? സോ 3 ഓക്സൈഡ് ആംഫോട്ടറിക്. 3 ഓക്സൈഡുകൾ ആംഫോട്ടറിക്. റിമൈനിങ് ഓക്സൈഡുകളൊക്കെ ഐദർ അസിഡിക് ഓർ ബേസിക് ഓർ ന്യൂട്രൽ. നെക്സ്റ്റ്, for carbon dating of a wood of sample C14 to C12 time ആണ്. എത്ര ആവണം? 1/8 of C14 to C12. if half life തന്നിട്ടുണ്ട് 1580 years, what is the life of wood sample? അങ്ങനെയാണെങ്കിൽ ആ വുഡ് സാമ്പിളിന്റെ ലൈഫ് എത്രയെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 1/8 ആവണം. ഇനീഷ്യലി 1, അത് 1/2 ആകണം. ആ 1/2 1/4 ആകണം. 1/4 1/8 ആകണം. അപ്പം എന്താ ചെയ്തത്? ഇനീഷ്യലി 1, ആ 1ന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം, ദാറ്റ് ഈസ് ഹാഫ് ലൈഫ്. ദെൻ പിന്നീട് വന്നത് ആ 1/4ന്റെ പകുതി, 1/2യുടെ പകുതിയാണ് 1/4. അതിനെടുക്കുന്ന ടൈം ഈസ് ഓൾസോ ഹാഫ് ലൈഫ്. അഗെയിൻ 1/4ന്റെ പകുതിയാണ് 1/8, ദാറ്റ് ടൈം ഈസ് ഓൾസോ ഹാഫ് ലൈഫ്. ആദ്യത്തെ ഹാഫ് ലൈഫിൽ 1/2 ആയി. അടുത്ത ഹാഫ് ലൈഫിൽ 1/2 അതിന്റെ പകുതിയായി 1/4. അടുത്ത ഹാഫ് ലൈഫിൽ 1/4 അതിന്റെ പകുതിയായി 1/8. ദാറ്റ് മീൻസ് 1/8 ആകുമ്പോൾ 3 ഹാഫ് ലൈഫ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ 3 × 1580. 3 × 1580 is equal to എത്ര വരുടാ? 7428 1740. 1 അല്ല, 4740. 4740 around. So answer is 4740. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനീഷ്യൽ ഉള്ളത് 1/8 ആവാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് 3 ഹാഫ് ലൈഫ് ആണ്. ഇനീഷ്യൽ ഉള്ളത് 1/8 ആവാൻ എടുക്കുന്ന ടൈം മീൻസ് 3 ഹാഫ് ലൈഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ മിനിമം എനർജി in electrovolt required for electron to excite from ground state to first excited state for hydrogen? ground state എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ. ground state എന്ന് പറഞ്ഞാൽ n1 equal to 1. first excited state എന്ന് പറഞ്ഞാൽ n2 is equal to 2.
ഗ്രൗണ്ട് സ്റ്റേറ്റ് നിന്ന് ഫസ്റ്റ് N1 N2 2-നാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം, 3-നെയാണ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്പെക്ട്രം വരയ്ക്കുന്നത്. ഈ സ്പെക്ട്രത്തിൽ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ്, ഇത് സെക്കൻഡ് എക്സൈറ്റഡ്, ഇത് തേർഡ് എക്സൈറ്റഡ്, സോ ഓൺ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ എനർജിയാണ് കാണേണ്ടത്, ഇലക്ട്രോൺ വോൾട്ടിലാണ്. എന്താ ഇക്വേഷൻ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ 13.6 ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ. ഇതല്ല ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 13.6 ഇൻറ്റു 1/1 സ്ക്വയർ 1, 1/2 സ്ക്വയർ 1/4, ദാറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആണ്, അപ്പോൾ ദാറ്റ്സ് 1 സ്ക്വയർ. എഫക്റ്റ് ഒന്നുമില്ല. സോ 13.6 ഇൻറ്റു 4 minus 3, 3/4. സോ 13.6/3/4, 13.6-ന്റെ 3/4 എത്രയാ? പകുതിയോട് പകുതി കൂട്ടുക. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10.05. 10.05. സോ അവർ ആൻസർ ഈസ്, ഇപ്പം നമ്മളെ ആൻസർ എത്രയാ? 10. ക്ലിയർ? 10 എങ്ങനെ ആൻസർ കിട്ടിയെന്ന് ഓക്കെ അല്ലടാ? യെസ് 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 യെസ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഡയറക്ട്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ മോൾസ് ഓഫ് precipitate product formed when 78 mole of PbCl2, ഒരു PbCl2 ഒരു അമോണിയം സൾഫേറ്റുമായി റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? PbSO4 precipitate ഉണ്ടാക്കും. സോ നോക്കൂ, ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെയും ഒന്നാണെങ്കിൽ ഇവിടെ ഒന്ന്, അങ്ങനെയല്ലേ നോക്കുക? നമ്പർ ഓഫ് മോൾസ് നോക്കൂടെ ഞാൻ എഴുതിയത്. സോ ഹിയർ ഇത് 1 മോൾ, ഇത് 1 മോൾ, ഇത് 1 മോൾ. നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയടാ. ഇവിടെ എത്ര എടുത്തു? PbCl2 72 മോൾസ്, അമോണിയം സൾഫേറ്റ് 50 മോൾസ്. അപ്പോൾ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? സോ ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് മോളാണല്ലേ, സോറി, ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് അമോണിയം സൾഫേറ്റ്. സോ 50-ന് എത്ര? ഒന്നിനൊന്നല്ലേ റിയാക്ട് ചെയ്യുക, ഒന്നിനോടൊന്നല്ലേ റിയാക്ട് ചെയ്യുക. സോ 50 ആണെങ്കിൽ ഇവിടെ എത്ര precipitate ഉണ്ടാവുക? സോ ഹിയർ 50. 50 ആണെങ്കിൽ ഇവിടെയും 50. ഒരു മോളിനോട് ഒരു മോൾ റിയാക്ട് ചെയ്യുന്നതാണ്. സോ 50 മോളിനോട് 50 മോൾ റിയാക്ട് ചെയ്യുന്നതാണ് കൺസെപ്റ്റ്. സോ ഹിയർ ദ ആൻസർ ഈസ് 50. സോ ക്ലിയർ, 50 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഫ്രം ഫെബ്രുവരി 1st ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റൈല് കുറച്ചും കൂടെ ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. നോർമലി നമ്മളെ പഴയ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.